നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ ട്രംപ് 47ാമത്തെ പ്രസിഡന്റായിട്ട് US സ്ഥാനമേറ്റു. വൈറ്റ് ഹൗസിൽ ഇന്നലെ വന്നു. അതിൻ്റെ പ്രകാരം ഇന്നലെ പോസിറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് ഏഷ്യൻ, ഇന്ത്യൻ, യൂറോപ്യൻ മാർക്കറ്റുകളിൽ കണ്ടു. ഇന്നലെ US മാർക്കറ്റ് അവധിയായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടിയും FAS ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ സെല്ല് ചെയ്തിട്ടുള്ളത് വളരെയധികം സർപ്രൈസിങ് ആയിരുന്നു. 4336 കോടി രൂപക്ക് സെല്ല് നടത്തി. ഈ ഒരു മാസം FAS 50,000 കോടി രൂപക്ക് സെല്ല് നടത്തി. കഴിഞ്ഞ വർഷം ഇന്ത്യൻ മാർക്കറ്റിൽ FAS 3 ലക്ഷം കോടി രൂപക്ക് സെല്ല് നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സെല്ലാണ് കഴിഞ്ഞ ഒരു വർഷം കണ്ടത്. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ കാണുന്നത്. അതായത് 50,000 കോടിയാണ് ഏകദേശം ഒരു ചെറിയ 21 ദിവസം കൊണ്ട് അവർ സെല്ല് ചെയ്തിട്ടുള്ളത്. അതിൽ വീക്കെൻഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് മാർക്കറ്റ് ഡേയ്സാണ് ഉള്ളത്. ഇനി ഇന്നലെ നമ്മൾ എന്താ കണ്ടത്? HDFC ബാങ്കും കൊട്ടാക് ബാങ്കിൻ്റെയും നേതൃത്വത്തിൽ ബാങ്ക് നിഫ്റ്റി ഏകദേശം ഒരു 800 പോയിൻറ്റിൻ്റെ ഒരു റാലി കണ്ടു. അതിനുശേഷം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി 120 പോയിൻറ്റ് വരെ റാലി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു ഗെയിനൊന്നും കാണിക്കുന്നില്ല. ഓൾമോസ്റ്റ് ഫ്ലാറ്റായ രീതിയിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി കാണുന്നത്. ഇനിയും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സമയമുണ്ട്. എനിവേ, ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ കാണാം. ഒരു 2000 പോയിൻ്റ് ഒരു സ്പൈക്ക്. ബ്രന്റ് ഓയിൽ $80 പെർ ഔൺസ്. ഗോൾഡ് $2,707 ആയിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പൊതുവേ ഫ്ലാറ്റായ രീതിയിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. വലിയൊരു പോസിറ്റിവിറ്റി കാണുന്നുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു. അതൊക്കെ റിയാക്ട് ചെയ്യും. ഇന്ന് റിസൾട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ റിസൾട്ട് കലണ്ടർ ടാബിലും ഉണ്ട്, റിസൾട്ട് അനൗൺസ്മെൻറ്റിലും ഉണ്ട്. ഡിവിഡൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ നമുക്കൊരു ഡിവിഡൻ്റല്ല IPO ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ നമുക്കുണ്ടായിരുന്ന IPO ലക്ഷ്മി ഡെൻ്റൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ IPO ആണ്. അവർ ഏകദേശം ഒരു 23% ലിസ്റ്റിംഗും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ IPOയിൽ ഇന്നലെ പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്ത ആളുകൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകാം. IT കമ്പനിയായിട്ടുള്ള TCS ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ന്യൂസാണ്. TCS പുതിയൊരു ഡേറ്റാ സെൻറ്റർ ഫ്രാൻസിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്നുള്ള ന്യൂസ്. ഐഡിയ ഇന്നലെ AGRDU ഗവൺമെൻറ് വേ ഓഫ് ചെയ്യുമെന്നുള്ള കാരണം കൊണ്ട് ഐഡിയ ഉൾപ്പെടെയുള്ള ടെലികോം കമ്പനീസ് നല്ലൊരു റാലി ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഐഡിയയെല്ലാം തന്നെ 9% റാലി ഉണ്ടായിരുന്നു. എന്നാൽ ഐഡിയയ്ക്ക് ഒഫീഷ്യലി ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല എന്ന് ഐഡിയ പ്രതികരിച്ചിട്ടുണ്ട്. സിപ്ല US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഒരു ഇൻസ്പെക്ഷൻ നടത്തി. ഒരു ഒബ്സർവേഷൻ റേസ് ആയിട്ടുണ്ട്. റിലയൻസ് പവർ കമ്പനി ഇവർ പുതിയ CEO നിയമിതനായി. ലാൻഡ്മാർക്ക് കാറ് ഈ MG കാറായിട്ട് MGയുടെ പുതിയ വാഹനം ലാൻഡ്മാർക്ക് കാറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. MG JSW മോട്ടേഴ്സ് ജോയിൻറ്റ് വെഞ്ചർ കാറാണ്. ഡിക്സൺ ടെക്ക് നെറ്റ് പ്രോഫിറ്റ് 77% ഉയർന്നു. ഒബ്രോയ് റിയാലിറ്റി കമ്പനിയാണ് 71% ഇയർ ഓൺ ഇയർ ഉയർന്നു നെറ്റ് പ്രോഫിറ്റ്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് കമ്പനി ഇവർ പെനാങ്ക് കൺവെൻഷനായിട്ടൊരു പുതിയ ടൂറിസം പ്രോജക്റ്റ് സൈൻ ചെയ്തു. ക്യാംസിന് ഈ ബ്ലാക്ക് റോക്കും ഈ ജിയോയും തമ്മിൽ ജോയിൻറ്റ് വെഞ്ചറായിട്ടൊരു മ്യൂച്വൽ ഫണ്ടൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ രജിസ്ട്രാറായിട്ട് ക്യാംസിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വാരസ് എനർജി കമ്പനി സോളാർ മൊഡ്യൂളിൻ്റെ ഓർഡർ കിട്ടി. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 26% ഉയർച്ച. L&T ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്, 626 കോടി രൂപ. കഴിഞ്ഞ തവണ 640 കോടി രൂപ, 2% ഡിവിഡൻഡ്. ഒറിയാന പവർ കമ്പനിക്ക് 38 കോടി രൂപയുടെ ഓർഡർ കിട്ടി. രാഘവ് പ്രൊഡക്ടിവിറ്റി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 9 കോടി. MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ തവണ 5 കോടി രൂപ ലോസ്, ഈ തവണ 160 കോടി രൂപ പ്രോഫിറ്റ്. വീനസ് റെമഡി കമ്പനി യൂറോപ്യൻ ഡ്രഗ് മാനുഫാക്ചറിങ് അതോറിറ്റി ഇവരുടെ പുതിയ മെഡിസിന് അംഗീകാരം കൊടുത്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. പ്രകാശ് ഇൻഡസ്ട്രീസ് കമ്പനി പുതിയ മൈനിങ് പ്രൊജക്റ്റുകളെല്ലാം തന്നെ കമ്പനി ആരംഭിക്കുന്നുണ്ടെന്നുള്ള ന്യൂസ്. വേദാന്ത റൈറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ഫിറ്റ്സ് അപ്ഗ്രേഡ് ചെയ്തു. ടോറൻറ്റ് പവർ കമ്പനി ഇവർ സബ്സിഡിയറി കമ്പനീനെ ഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ന്യൂസ്. ഇന്ത്യയുടെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറായിട്ടുള്ള അപ്സ്റ്റോക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓപ്ഷൻ ചെയിനിന്നൊക്കെ ഓർഡർ പ്ലേസ് ചെയ്യാം. ചിലവ് കുറവാണ്. കൂടാതെ തന്നെ ഫാർ OTM എല്ലാം തന്നെ ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ട്. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഫസ്റ്റ് കമൻറ്റിൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് കാണാം. താങ്ക് യു.